ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മറ്റേ മോഡൽ എക്സാമിൻ്റെ ഇതും പിന്നെ പനിയൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു. ഇന്ന് February 22 ആണ്. ഇന്നലെ മോഡൽ എക്സാം തീർന്നു. അപ്പം എനിക്ക് മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ മുതൽ ഒരു പനി തുടങ്ങിയതാണ്, ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ മോഡൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പാടായിട്ടും ഭയങ്കര എളുപ്പമായിട്ടും ഒന്നും തോന്നിയില്ല. ആൻഡ് ചില സബ്ജക്ട്സ് എനിക്ക് നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പം ഞാൻ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പറയാം. ഹിന്ദി ഫസ്റ്റ് ഡേ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആയിരുന്നു. ഹിന്ദി നല്ലപോലെ എഴുതാൻ പറ്റി, ഇംഗ്ലീഷും എഴുതാൻ പറ്റി, ടൈം തയ്ക്കാൻ പറ്റി. ബട്ട് ഈ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല, കാരണം എല്ലാ ടൈമും എനിക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറച്ച് കുറവാണ്. ആൻഡ് ഈ ടൈം പേപ്പർ തരുമോയെന്നറിയില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും ഓക്കെ ആയിരുന്നു. ആൻഡ് ദെൻ പിന്നെ ഉണ്ടായിരുന്നത്, പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ബയോളജി എനിക്ക് പൊതുവേ എനിക്ക് കുറച്ച് കൂടുതൽ എളുപ്പം പഠിക്കാനൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റും എളുപ്പമൊക്കെ ഉള്ളത് സുവോളജിയാണ്. ബോട്ടണി എനിക്ക് എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തൊരു സബ്ജക്റ്റാണ്. ആൻഡ് എനിക്കധികം ഇൻട്രസ്റ്റും ഇല്ലാത്തത് ബോട്ടണി പഠിക്കാനാണ്. പക്ഷേ ക്രിസ്മസ് എക്സാമിനും ഓണത്തിനുമൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ബോട്ടണി കുറച്ച് പാടായിട്ട് തോന്നി, കാരണം എനിക്ക് ഈ കെമിസ്ട്രി ആൻഡ് ബയോളജി ഒരേ ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് ബയോളജി നോക്കാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയില്ല. ടൈം കിട്ടിയില്ല, അതൊരു കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര പനിയായിപ്പോൾ. എനിക്ക് തലേ ദിവസം എനിക്ക് ബുക്കേ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, കിടപ്പൊക്കെ ആയിരുന്നു പനിയായിട്ട്. അപ്പോൾ അങ്ങനെയുണ്ട് എനിക്കാണെങ്കിൽ ബയോളജി അങ്ങോട്ട് ടെക്സ്റ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല, ക്ലാസ് കാണാൻ പറ്റിയില്ല, റിവൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോട്ടണി കുറച്ച് പാടുണ്ടായിരുന്നു. ബോട്ടണി നേരത്തെ പഠിച്ച ഓർമ്മയൊക്കെ വെച്ചാണ് എഴുതിയത്. അപ്പോൾ ബോട്ടണി കുറച്ച് പാടുണ്ട്. എൻ്റെ മാർക്കിനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മ വന്നതെല്ലാം വെച്ച് ബോട്ടണി എഴുതിയിട്ടുണ്ട്. സുവോളജി കുഴപ്പമില്ല, അന്ന് സുവോളജി ഞാൻ എഴുതി. സുവോളജി എനിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ആൻഡ് കെമിസ്ട്രി എളുപ്പമായിരുന്നു. കെമിസ്ട്രി ഞാൻ കുറച്ച് നോക്കി. കെമിസ്ട്രി ഞാൻ നല്ലപോലെ ഈ ഒരു മോഡൽ എക്സാം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഞാൻ കെമിസ്ട്രി നല്ലപോലെ നോക്കി. കെമിസ്ട്രി ഒന്ന് റിവൈസും കൂടെ ചെയ്തായിരുന്നു മോഡൽ എക്സാം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ്. അതുകൊണ്ട് കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ അങ്ങോട്ട് പാടായിട്ട് ഇതിനകത്തൊന്നും എനിക്ക് തോന്നിയില്ല. ആൻഡ് അപ്പം അങ്ങനെയായിരുന്നു കെമിസ്ട്രി. ആൻഡ് ഫിസിക്സ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. മറ്റേ ഫിസിക്സാണ് എനിക്ക് കുറച്ചും കൂടെ പാടായിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് എക്സാമിനും ഫിസിക്സും മാത്സുമാണ് എനിക്ക് പാടായിട്ടുള്ള സബ്ജക്ട്സ്. ബട്ട് ഇപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് ഫിസിക്സ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫിസിക്സ് എനിക്ക് അത്യാവശ്യം നല്ലപോലെ എഴുതാൻ പറ്റി. ആൻഡ് മാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആൻസർ കീ വന്നിട്ട് ഇതുവരെ നോക്കിയില്ല. അപ്പോൾ ഇന്നിനി നോക്കണം. അപ്പം ഫിസിക്സ് എനിക്ക് എളുപ്പമായിരുന്നു, അത്യാവശ്യം എളുപ്പമായിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ പറയാം, മാത്സ്. ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു ഹോളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എൻ്റെ കിളിയെല്ലാം പോയി. എന്തെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഡെറിവേറ്റീവ്സൊക്കെ മറന്നുപോയി. അങ്ങനത്തെ ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. പിന്നെ തലേ ദിവസം എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ കൂടെ ഒരു റിവൈസ് ചെയ്യാത്തത് കൊണ്ടൊരിതുണ്ടായിരുന്നു. മാത്സ് എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്ക് കിട്ടുമ്പം അറിയാം, കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ മാത്സ് ആയിരുന്നു എനിക്ക് ഈ ഒരു മോഡൽ എക്സാമിൽ വെച്ച് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മറന്നുപോയി, കുറേ ഇക്വേഷൻസൊക്കെ മറന്നുപോയി. ആൻഡ് ചെയ്യുന്ന രീതികൾ, ഡെറിവേറ്റീവ്സ് മറന്നുപോയി.
മറ്റേ ട്രിഗണോമെട്രി അതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ എന്തോ ലാക്ക് പോലെ തോന്നി. അപ്പോൾ അതായിരുന്നു എൻ്റെ +1 മോഡൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്കും മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് പബ്ലിക് എക്സാമിന് അധികം ടൈമില്ല. ഇനിയൊരു 11 days ആണുള്ളത് പബ്ലിക് എക്സാമിന്. അപ്പം ഇനിയുള്ള ദിവസത്തിലേക്കുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ഡേയ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യാം, പഠിക്കാം എന്നുള്ളതിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.